ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഗുഡ് മോർണിംഗ്. രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എഴുന്നേറ്റത് ഇന്ന് നമ്മുടെ പൊന്നുകുട്ടിക്ക് 1-ാം തീയതി കുമ്പോടം ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ 2-ാം തീയതി എന്നാണ് കേട്ടോ പറഞ്ഞത്, പക്ഷേ അല്ല, 1-ാം തീയതിയാണ് കുമ്പോടം. 31-ാം തീയതി നമ്മളിങ്ങനെ കാപ്പ് കെട്ടുക, അങ്ങനെയൊക്കെ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട്. ഊര് ചുറ്റാൻ പോകുന്നത് എല്ലാം നമ്മുടെ ഈ വീഡിയോയിലുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ അമ്മയുടെ ഫോട്ടോ ഒക്കെ ഫ്രെയിം ചെയ്ത് വെച്ചു കേട്ടോ. ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ താമസിക്കുന്നിടത്ത് എൻ്റെ അമ്മയുടെ ഒരു ഫോട്ടോ വേണമെന്ന്. അങ്ങനെ ഞാനൊരു ഫോട്ടോയൊക്കെ കുഞ്ഞ് ഫോട്ടോയൊക്കെ ഫ്രെയിം ചെയ്ത് വെച്ചു. എപ്പോഴും എനിക്ക് അമ്മയെ കാണാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചത്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോണിൽ നോക്കുക ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, എൻ്റെ അച്ഛനാണ് ആ കിടക്കുന്നത്, കൂടെ കണ്ണൻകുട്ടൻ ഇന്നലെ എൻ്റെ അച്ഛൻ്റെ കൂടെയാണ് കേട്ടോ കിടന്നത്. അച്ഛൻ പൊന്നുകുട്ടിയുടെ കുമ്പോടമായിട്ടും എല്ലാം വന്നതാണ്. അപ്പോൾ അവൻ്റെ അപ്പൂൻ്റെ കൂടെ കിടക്കണമെന്നും പറഞ്ഞുകൊണ്ട് അപ്പൂൻ്റെ കൂടെയാണ് കിടന്നത്. പൊന്നൂസ് ഇട്ടാണ് കേട്ടോ എൻ്റെ അച്ഛനെ അപ്പൂ എന്നാണ് വിളിക്കുന്നത്. പിന്നെ അമ്മേനെ അമ്മീന്നുമാണ് വിളിക്കുന്നത്. പൊന്നൂസ് കുഞ്ഞിലെ ഇട്ട പേരാണ് അപ്പൂ അമ്മീന്ന്. അപ്പോൾ അത് കണ്ണൻകുട്ടനും അപ്പൂ അമ്മീന്ന് തന്നെയാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ഓടിപ്പോയി കുളിയൊക്കെ കഴിഞ്ഞു. കുളിച്ചിട്ട് വന്ന് വിളക്കൊക്കെ കത്തിച്ചു. വിളക്ക് ഇപ്പം വ്രതമായതുകൊണ്ട് മാത്രമല്ല, ഞാൻ അല്ലാതെ എല്ലാ ദിവസങ്ങളിലും ചില ദിവസങ്ങളിലൊക്കെ കത്തിക്കും കേട്ടോ. ചിലപ്പോൾ ലേറ്റാവും, താമസിച്ച് എഴുന്നേൽക്കുന്ന ദിവസമൊന്നും അങ്ങനെ വിളക്ക് കത്തിക്കാറില്ല. വെള്ളിയാഴ്ച ദിവസമൊക്കെ കറക്റ്റായിട്ട് ഞാൻ കത്തിക്കാൻ നോക്കും കേട്ടോ. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റത് ഇന്ന് നമ്മുടെ കുമ്പോടത്തിൻ്റെ അവിടെ ഇങ്ങനെ ഊര് ചുറ്റാനൊക്കെ പോകുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. നമ്മുടെ വീട്ടിലും ഊര് ചുറ്റിയിട്ടൊക്കെ വരുന്നത് നമുക്ക് കാണാം. വീഡിയോ ഫുള്ളായിട്ട് കാണുന്നവർക്ക് നമ്മുടെ വീട്ടിലും ഊര് ചുറ്റാൻ വരുന്ന വീഡിയോസൊക്കെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം മീനഭരണിയാണ് കേട്ടോ. മീനഭരണി കുമ്പോടം മഹോത്സവമാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് 2-3 ദിവസത്തെ വീഡിയോ കറക്റ്റായിട്ട് കാണുന്നവർക്ക് നമ്മുടെ വാരനാട്ട് അമ്പലത്തിലോട്ടുള്ള കുമ്പോടമൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ എന്തെങ്കിലും പറയുന്നതിൽ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് വോയിസ് ഓവർ പറഞ്ഞു പോകുമ്പോൾ ചിലപ്പം തെറ്റുകൾ സംഭവിക്കാം. നമ്മളിങ്ങനെ എഴുതി വെച്ചിട്ട് അങ്ങനെയൊന്നും അല്ലല്ലോ, നമ്മളങ്ങ് പറഞ്ഞു പോവുക. ഞാൻ ഈ സീൻ കാണുന്ന അതിനനുസരിച്ച് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ അത് ഇവിടെയാണ് നമ്മുടെ കുമ്പോടം, നമ്മുടെ സംഘത്തിൻ്റെ സ്ഥലമാണ് കേട്ടോ ഇത്. അവിടെ നിന്നാണ് കുമ്പോടം ഇറങ്ങുന്നത്. അപ്പോൾ ദേവിയുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. പതാക ഉയർത്തി കുറച്ച് നേരമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ നേരത്തെയാണ് ചെന്നത്. കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ആളുകളൊക്കെ വന്നതിന് ശേഷം പതാകയൊക്കെ ഉയർത്തി കേട്ടോ. സെക്രട്ടറിയും പ്രസിഡൻറ്റും അങ്ങനെ ഉള്ള പ്രധാനപ്പെട്ട ആളുകളുണ്ട്. അവരെല്ലാവരും കൂടി പതാകയൊക്കെ ഉയർത്തി. അതിനുശേഷം ദേവിനെ വിളക്കൊക്കെ കത്തിച്ചു. ഇനി ഊര് ചുറ്റി പോകുന്ന ആളുകളുണ്ട്. അവരുടെ മഞ്ഞൾ നിറയ്ക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ പാട്ടുണ്ട്, നമ്മുടെ വില്ല് പാട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഒരു പ്രത്യേകതരം പാട്ടാണ് പാടുന്നത്. എനിക്ക് ഇതിനെക്കുറിച്ച് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നും എനിക്ക് അത്രയ്ക്ക് അറിയില്ല. എനിക്കറിയാവുന്ന രീതിയിലാണ് പറയുന്നത്. തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം എല്ലാവരും. അപ്പോൾ നിങ്ങൾക്ക് ആ പാട്ട് കേൾക്കാനായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വോയിസ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ ആ
അവിടുത്തെ ആ പാട്ട് നിങ്ങൾ കേൾക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അതാ പിന്നെ ഞാൻ എൻ്റെ സംസാരം അവിടെ ഞാൻ നിർത്തിയത്. നല്ല രസമല്ലേ ആ പാട്ട് കേൾക്കാൻ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് വന്നു. ഇവർ ഊര് ചുറ്റാനായിട്ട് 3 ദിശയിലോട്ടാണ് കേട്ടോ പോയിരിക്കുന്നത്. അപ്പോൾ ഒരു ദിശ നമ്മുടെയാണ്, ഇങ്ങോട്ട് വരും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം താമസിച്ചത് കിഴക്ക് ഭാഗത്തല്ലായിരുന്നു, ഈ പ്രാവശ്യം കിഴക്ക് ഭാഗത്തോട്ടും പോയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ അടുത്ത് താമസിക്കുക ആയതുകൊണ്ട് നമ്മുടെ സംഘവുമായിട്ട് അടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലും അവർ വരുന്നുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ. നമ്മൾ താമസിക്കുന്നിടത്ത് ഇതുപോലെയൊക്കെ വരിക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം. അപ്പോൾ അവർ വരുമ്പോൾ തണ്ണിമത്തൻ ജ്യൂസ് പിള്ളേർക്ക് അവർ കേട്ടോ. ഇടയ്ക്ക് അവരുടെ ആ പാട്ട് നിങ്ങളെ കേൾപ്പിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് കേട്ടോ. അതാണ് ഞാൻ പിന്നെ സ്റ്റോപ്പ് ചെയ്യുന്ന എൻ്റെ സംസാരം. അപ്പോൾ അവർക്കിതേ തണ്ണിമത്തൻ ജ്യൂസൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ നമ്മുടെ കൂടെ വന്ന കുറച്ച് പേര് 10-15 ആളുകളുണ്ടായിരുന്നു കേട്ടോ. അവർക്കൊക്കെ ജ്യൂസൊക്കെ കൊടുത്തു. പിന്നെ ഇതിന് ശേഷം നമ്മൾ ചുണ്ണാമ്പും മഞ്ഞൾപ്പൊടി വെള്ളവും അവിടെ കലക്കി വെച്ചിട്ടുണ്ട്. ആയിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല എൻ്റെ വോയിസ് ഓവർ. കാരണം ആ സോങ് അവർ പാടുന്ന ആ പാട്ട് നിങ്ങളെ കേൾപ്പിക്കണമെന്നുള്ളൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. അപ്പോൾ രാകേഷനാണ് മറ്റേ ചുണ്ണാമ്പും മഞ്ഞൾപ്പൊടിയും കൂടി വെള്ളത്തിൽ കലർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ വരുന്നവരുടെ കാലിലിങ്ങനെ ഒഴിച്ചു കൊടുക്കും കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ വീട്ടിൽ ഇവർ വന്നപ്പോഴത്തേക്കും. അങ്ങനെ പിന്നെ എനിക്ക് ടൗണിലൊക്കെ പോകേണ്ട ഒരു ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോസ് ഞാൻ എടുത്തില്ല കേട്ടോ. നമ്മൾ തന്നെ ഈ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ടൗണിൽ പോകുന്ന കാര്യങ്ങളൊന്നും എടുക്കൽ നടക്കത്തില്ല. പിന്നെ അതേ ഞങ്ങൾ അവിടെ തന്നെ തിരിച്ചു വന്നു കേട്ടോ. നമ്മുടെ കുമ്പോടം സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ തിരിച്ച് വന്നിട്ട് ഭക്ഷണമൊക്കെ അവിടെ നിന്നായിരുന്നു. ചോറൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചു. പിന്നെ അതിന് ശേഷം കണ്ണൻകുട്ടൻ്റെ മുടി വെട്ടിക്കാനായിട്ട് പോയി കേട്ടോ. ഞാൻ മുടി വെട്ടിയ വീഡിയോ ഒന്നും എടുക്കാൻ മറന്നുപോയി. അവിടെ ഞങ്ങൾ ഒരു 2 മണിക്കൂറെങ്കിലും ഇരുന്നിട്ടുണ്ട് കേട്ടോ മുടി വെട്ടുന്ന സ്ഥലത്ത്. അത്രയ്ക്ക് തിരക്കായിരുന്നു കേട്ടോ മുടി വെട്ടുന്നിടത്ത്. അവിടെ ഇപ്പോൾ ഇരിക്കുന്നിടത്ത് ആരുമില്ല, അവർ ഓരോരുത്തർ പോവുകയും ഒക്കെ ചെയ്തു. നമ്മൾ ലാസ്റ്റായിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ കണ്ണൻകുട്ടൻ്റെ മുടി വെട്ടിയത്. എന്തായാലും സ്റ്റൈലായിട്ടൊക്കെ വെട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നാളത്തെ വീഡിയോയിൽ എന്തായാലും ഇടാം. നമ്മുടെ ഈ വീഡിയോ ഇടുന്നത് 1-ാം തീയതി ആയിരിക്കും. 1-ാം തീയതിയിലെ വീഡിയോ ഇടുന്നത് 2-ാം തീയതി ആയിരിക്കും കേട്ടോ. ആ രീതിയിലാണ് കേട്ടോ ഞാൻ വീഡിയോസ് ഇടുന്നത്. അപ്പോഴത്തേ ഞങ്ങൾ രാത്രിയായപ്പോൾ ഫ്രഷായി നല്ല ഇതൊക്കെ ആയിട്ട് ഞങ്ങൾ കുമ്പോടം സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി നിങ്ങളെ പാട്ട് ഞാൻ കേൾപ്പിച്ച് തരാം കേട്ടോ. രാത്രിയിലാണ് ശരിക്കും വില്ല് പാട്ട്. ഇത് അവരുടെ കയ്യിലിരിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് കണ്ടോ, അത് പണ്ട് കാലത്തെ വില്ലാണ്. അത് വെച്ചിട്ടാണ് അവർ പാടുന്നത്.
കേൾക്കാത്ത ആളുകൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ കാണുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഈ പാട്ട് കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പൊന്നുകുട്ടിയും രാത്രി എടുത്തായിരുന്നു കേട്ടോ, കുടവെടുത്തായിരുന്നു. അങ്ങനെ കാപ്പൊക്കെ കെട്ടി പൊന്നുകുട്ടിയും കുടവെടുത്തിട്ടുണ്ട്. നമ്മുടെ കുറേ അറിയാവുന്ന ആളുകളെയൊക്കെ കണ്ടു. ഇങ്ങനെ ഒത്തുകൂടുന്ന ഒരു ഇത് കൂടിയാണ് കേട്ടോ. നമ്മുടെ ചേർത്തല ശാഖയിലെ ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ആളുകളെല്ലാവരും കൂടി ഒത്തുകൂടുകയും പിന്നെ വാരണാട്ടമ്മയുടെ അങ്ങോട്ട് കുടമെടുക്കുകയും അതൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഞങ്ങൾ ചേർത്തലക്കാരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നാളെ നമ്മൾ 31-ാം തീയതിയിലെ വീഡിയോ 1-ാം തീയതി നാളെ അല്ലല്ലോ 2-ാം തീയതി ആയിരിക്കും 1-ാം തീയതിയിലത്തെ വീഡിയോ ഇടുന്നത് കേട്ടോ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം. ഒന്നാമത്തെ കാര്യം, ഞാനിത് വോയിസ് ഓവർ ചെയ്യുന്നത് രാത്രിയിലാണ് കേട്ടോ, പാതിരാത്രിയിലാണ്, ഒരു 11:30-12 മണി സമയത്താണ് കേട്ടോ. ഒട്ടും സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.